നമസ്കാരം. ഗവർണർ വന്ന ഉടനെ വി.എസ്. അച്യുതാനന്ദനെ കാണാൻ വരവും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് സൗഹൃദം സ്ഥാപിക്കലും ഒക്കെയായിരുന്നു. സാധാരണഗതിയിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതിനിടയ്ക്ക് ഏത് രീതിയിൽ എന്നുള്ളത് കാത്തിരിക്കുമ്പോഴാണ് ഈ RSSൻ്റെ ഭാരതമാതാവിൻ്റെ അവിടെ വിളക്ക് കൊളുത്തിക്കൊണ്ട് ചടങ്ങ് നടത്തുക എന്നുള്ളത്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ RSSകാർ എല്ലാ പരിപാടിയും അങ്ങനെയാണ് നടത്തുക. അപ്പോൾ സംഘസ്ഥാനിലും അങ്ങനെയാണ് നടത്തുക. പക്ഷേ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ അത് തന്നെ വേണമെന്ന് ശഠിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദ് പറയുകയുണ്ടായി. അത് നമുക്ക് മുമ്പിൽ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. നമുക്കതൊന്ന് കേൾക്കാം. ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് മാറ്റുകയില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം അറിയാതല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. RSSൻ്റെ ട്രൗസർ നമ്മൾ കൂടി ഇടണോ എന്നുള്ളതാണ് ചോദ്യം. ഉറപ്പായിട്ടും പറയാം, RSSൻ്റെ ട്രൗസർ RSSകാരൻ ഇട്ടോട്ടെ, നമ്മൾ ഇടേണ്ടതില്ല എന്നുള്ളതാണ്. അവരുടെ ഭാരതമാതാവിൻ്റെ അവിടെ വിളക്ക് വയ്ക്കില്ല, അവർ ചെയ്തോട്ടെ. ഇതൊരു ഭരണഘടനാപരമായിട്ട് ബാധ്യതയുള്ള ഒരു കാര്യമല്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്രയും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ളത് വ്യക്തമായ നിലപാട് കേരളത്തിന് പൊതുസമൂഹത്തിനുണ്ട്. അല്ലെങ്കിൽ ഇതുണ്ടാവേണ്ടതാണ്. ഭരണഘടനാപരമായി അങ്ങനെ ഒരു ബാധ്യതയില്ല. നമുക്കറിയുന്ന പോലെ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഹർഷദ് മൊഹാനി എഴുതി. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. ഭഗത് സിംഗ് കഴുമരത്തിലേക്ക് ഏറുമ്പോൾ അദ്ദേഹം വിളിച്ച മുദ്രാവാക്യമാണ്. പക്ഷേ അതല്ല ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഭരണഘടന റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു രാജ്യത്ത് നടപ്പാക്കേണ്ടത്. അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം. ഇനി ഇതിൽ പറയേണ്ടത്, ഇതിൽ ഓരോരോ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടാണ്. ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട് ആദ്യം തന്നെ സന്ദീപ് വചസ്പതിയോട് പോയിട്ടാണ് അത് ചോദിക്കുന്നത്. നമുക്കറിയാം, സന്ദീപ് വചസ്പതി ഏഷ്യാനെറ്റിൻ്റെ മാധ്യമപ്രവർത്തകനായിരുന്നു. കടുത്ത BJP നേതാവാണ്. വർഗീയപരമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ നിഷ്പക്ഷത മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള ചിത്രത്തെയാണ് എതിർക്കുന്നത്. കയ്യിൽ കാവിക്കൊടിയുള്ള ഈ രീതിയിലുള്ള ഭാരതമാതാവിന്റെ ചിത്രം RSS വേദികളിലെ ചിത്രമാണ്. അത് രാജ്ഭവനിൽ വെക്കുന്നതിനാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വിവാദം ഉണ്ടായപ്പോൾ തന്നെ BJP സംസ്ഥാന നേതാവ് സന്ദീപ് വചസ്പതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. സന്ദീപ് വചസ്പതി ആ ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് എന്താണ് പറഞ്ഞതെന്ന് കേട്ടുവരാം. ഇത് RSSന്റെ കാര്യാലയത്തിൽ നിന്ന് പുറത്തിറക്കുന്ന ചിത്രമല്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും അടക്കമുള്ള സാംസ്കാരിക കേരളത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ആദ്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതമാതാവിന്റെ ആദ്യമായി ഒരു ചിത്രം വരയ്ക്കുന്നത് അഭിനീന്ദ്ര ടാഗോർ ആണ്, ദേവേന്ദ്രനാഥ ടാഗോർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് വന്ദേമാതരത്തിൽ കൂടി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഭാരതമാതാവിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും പുകഴ്ത്തുകയും ചെയ്തത്. അതിന്റെ ചുവട് പിടിച്ചുണ്ടായിട്ടുള്ള ചിത്രമാണിത്. അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോർ സംസ്ഥാന നേതാവ് പറഞ്ഞത് ശരിയാണെന്ന് പരിശോധിക്കാൻ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പിതാവാണ് ഭാരത മാതാവിന്റെ ചിത്രം വരച്ചതെന്നാണ് സന്ദീപ് വചസ്പതി തിരുത്തി പറഞ്ഞത്. ഇത് വസ്തുതാവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്. മൊത്തത്തിൽ ആ വാക്കുകൾ അദ്ദേഹം തെറ്റിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അത് അനൂപ് ബാലേന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞ് തിരുത്തുണ്ടായിരുന്നു. പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ സമുന്നതനായിട്ടുള്ള എഡിറ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അത് അതിലും ബോറായിട്ടുള്ള വിശദീകരണമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എത്ര അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഭാരത് മാതാ കി ജയ് വിളിക്കാനോ നാം ഭാരതമാതയുടെ പുത്രന്മാരാണെന്ന് പറയാനോ നമുക്ക് മടിക്കേണ്ടതില്ല. എന്നാലാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനിക്കണം നമ്മുടെ അന്തരംഗമെന്ന് കവി പാടിയത്. അതേസമയം കേരളം എന്ന് കേട്ടാൽ നമ്മുടെ ചോര തിളക്കും. നടുറോട്ടിലിറങ്ങി SFIക്കാരെ ഒറ്റയ്ക്ക് പരസ്യമായി നേരിട്ട ഒരാളുണ്ടായിരുന്നു. അടുത്ത നാൾ വരെ രാജ്ഭവനിൽ കാലമായിരുന്നു അത്. എന്നും നല്ല ഇംഗ്ലീഷിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പഴയ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി പ്രസിഡന്റായി പയറ്റി തുടങ്ങിയ ആളാണ് അദ്ദേഹം. പിന്നീട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തലേന്ന് രാജ്ഭവനിൽ പോയത്. പരിപാടി നടക്കേണ്ട സെൻട്രൽ ഹാളിൽ ചെന്നപ്പോൾ അവിടെ അതാ ഭാരതമാതായുടെ ചിത്രം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർ മന്ത്രി പ്രസാദിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയെയും ഗവർണറെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെന്ത് പ്രശ്നമെന്നാണ് ചോദിച്ചതെന്ന് പറയുന്നു. സെൻട്രൽ ഹാളിലെ ഭാരതാംബയ്ക്ക് കാവി കൊടി പിടിച്ച RSS ചിത്രമാണെന്നും ദേശീയ പതാക ഏന്തിയ ഭാരതാംബയാണെങ്കിൽ കുഴപ്പമില്ലെന്നും സംസ്ഥാനം പറഞ്ഞു അത്രേ. അത് പറ്റില്ലെന്ന് രാജ്ഭവനും മറുപടി നൽകി. ഇതുണ്ടാക്കാവുന്ന വിവാദം കണക്കിലെടുത്ത സംസ്ഥാന സർക്കാർ പരിസ്ഥിതി ദിനാഘോഷം. ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് ഏഷ്യാനെറ്റിനെ നോക്കി പറഞ്ഞു, നിങ്ങൾ വിഷമാണെന്ന്. അതെ, വർഗീയതയുടെ വിഷം കയ്യിൽ വെച്ച് നടക്കുകയാണ് ഏഷ്യാനെറ്റ്. 1-ന് 2 ഇതിപ്പോൾ കൃത്യമായിട്ടുള്ള വ്യത്യാസമായി. ഇനി നിങ്ങൾ 3-ലേക്കാണ്. പിന്നെയും കാണിച്ചു തരാം. കേരളത്തിലെ ജനങ്ങളാണ്. വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല. ചിലപ്പോൾ അറിയാതെ പെട്ടുപോയിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ല. അത് നമുക്ക് ഭാവിയിൽ കാണാം. ഏഷ്യാനെറ്റ് ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്.
RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ടാരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ ഒരു തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. മന്ത്രി പറഞ്ഞത് നിലപാടാണ്. ആ നിലപാടിൻ്റെ പിന്നിൽ കേരളം നിൽക്കും.